എറണാകുളം കോതമംഗലത്ത് ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് പക്ഷികളെക്കുറിച്ചുള്ള സർവേ ആരംഭിച്ചു. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലാണ് സർവേ നടക്കുന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ശ്രീലങ്ക ഫ്രോഗ് മൗത്ത് അഥവാ മാക്കാച്ചിക്കാട എന്ന പക്ഷിയുടെ എക്സ്ക്ലൂസീവ് സർവേ നടക്കുന്നത്. 5 പേരടങ്ങുന്ന 9 ടീമാണ് സർവേയിൽ പങ്കെടുക്കുന്നത്. കൊച്ചിൻ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, തട്ടേക്കാട് നാച്ചുറലിസ്റ്റ് അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് സർവേ നടക്കുന്നത്. ഫ്രോഗ് മൗത്തിനെ കാണാൻ സാധ്യതയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും സൂക്ഷ്മ നിരീക്ഷണം നടത്തും. ഫ്രോഗ് മൗത്തിന്റെ വിതരണം, എണ്ണം, കൂടുകൂട്ടൽ, പ്രജനനം തുടങ്ങിയവയെക്കുറിച്ചുള്ള സമഗ്ര പഠനമാണ് സർവേയിലൂടെ ലക്ഷ്യമിടുന്നത്. സർവേയുടെ ഭാഗമായി വനത്തിൽ നടത്തിയ പരിശോധനയുടെ തുടക്കത്തിൽ തന്നെ മാക്കാച്ചിക്കാടകളെ കാണാൻ കഴിഞ്ഞതോടെ സർവേ അംഗങ്ങൾക്ക് ആവേശമായി. പക്ഷികളുടെ പഠനം മാത്രമല്ല, പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം കൂടിയാണ് ഈ സർവേ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജയചന്ദ്രൻ പറഞ്ഞു. നമുക്കൊരു പക്ഷികളുടെ എണ്ണം അല്ലെങ്കിൽ പക്ഷികളുടെ അതിനെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം തന്നെയാണ്. കാരണം ഒരു ആവാസ വ്യവസ്ഥയുടെ മെച്ചപ്പെടൽ അല്ലെങ്കിൽ മോശമാകുന്നതൊക്കെ പ്രതിഫലിക്കുന്നത് ഈ പക്ഷികളുടെ എണ്ണങ്ങൾ, ആ പ്രദേശത്ത് കാണുന്ന പക്ഷികളുടെ എണ്ണം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പഠനം, ഈ സർവേ എന്ന് പറയുന്നത് ഈ പക്ഷികളുടെ പഠനം മാത്രമല്ല, ഒരു പാരിസ്ഥിതികമായിട്ടുള്ള അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനം കൂടിയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇനി മുതൽ എല്ലാ വർഷവും തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ നിരീക്ഷണവും പഠനവും ഉണ്ടാകുന്നതിനാൽ മാക്കാച്ചിക്കാടകളുടെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും വ്യക്തമായി അറിയാൻ സാധിക്കുമെന്ന് തട്ടേക്കാട് പക്ഷി സങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ CT ഔസേഫ് പറഞ്ഞു. പലപ്പോഴും നമ്മൾ കാണുന്നത് ജനുവരി മുതലുള്ള ഫെബ്രുവരി മാസങ്ങളിൽ ഇതിൻ്റെ ബ്രീഡിംഗ് കാണുന്നു എന്നാണ് റെക്കോർഡ്സ് എല്ലാം ഉള്ളെങ്കിലും നമ്മുടെ ഇവിടെ അനുഭവത്തിൽ ഈ കഴിഞ്ഞ വർഷം ഈ സീസണിൽ തന്നെ സെപ്റ്റംബർ മാസത്തിലും ഒക്ടോബർ മാസത്തിലും ഇതിൻ്റെ നെസ്റ്റിങ്ങും കുഞ്ഞ് വിരിഞ്ഞ് പോകുന്നൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് സമഗ്ര പഠനവും ഡേറ്റയും നമുക്ക് ആവശ്യമാണ്. നിലവിൽ നമുക്കത് അങ്ങനെ ഇല്ല. അത് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഇനി മുതൽ എല്ലാ വർഷവും തുടർച്ചയായിട്ടുള്ള നിരീക്ഷണവും പഠനവും ഉണ്ടാകും. അതനുസരിച്ച് എണ്ണം കൂടുന്നോ കുറയുന്നോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയുള്ള ഒരു ബേസിക് സ്റ്റഡിയാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. തട്ടേക്കാട് വെച്ച് നടന്ന ചടങ്ങിൽ ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജയചന്ദ്രൻ സർവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിൻ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ വിഷ്ണു പ്രിയൻ കർത്ത, CNHS പ്രസിഡന്റ് ഡോക്ടർ KG ദിലീപ്, അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ CT ഔസേഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് മലയാളം, കൊച്ചി.